ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഡൽഹി സന്ദർശന വിവാദത്തിനിടെ നിയമസഭയിൽ വീണ്ടും ചർച്ചയായി ആശാ വർക്കേഴ്സിന്റെ സമരം. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഈ മാസം 18 തന്നെ അനുമതി തേടിയിരുന്നു എന്ന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി. ആശമാരുടെ കാര്യത്തിൽ സംസ്ഥാനത്തോട് വിവരങ്ങൾ തേടാതെയാണ് കേന്ദ്രം പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകിയതെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. കേന്ദ്രത്തെ സഹായിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള സമരം ആര് വിചാരിച്ചാലും തീർപ്പാക്കാനാകില്ലെന്നും മന്ത്രി. സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക. ഇവിടെ നിന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത്? 18-ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു എന്നതാണ്. 18-ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു, കിട്ടിയില്ല. സംസ്ഥാനം ഓണറേറിയം കൂട്ടിത്തരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങളെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം, ജീവനക്കാരായി അംഗീകരിക്കണം, ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ്. കേന്ദ്രമന്ത്രിയെ കാണുന്നത് സംബന്ധിച്ച് വിവാദങ്ങളിലേക്ക് ഇല്ലെന്ന് സബ്മിഷൻ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി. സമരത്തെ സർക്കാർ തള്ളിപ്പറഞ്ഞെന്നും പുച്ഛിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് നിയമസഭയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, ഇന്നിപ്പോൾ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം വീണ്ടും സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വലിയ വിവാദങ്ങളിലേക്കൊന്നും കടക്കാനില്ല. ആരോഗ്യമന്ത്രി അങ്ങോട്ട് പോയി, കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തതിലുണ്ടായ വിവാദം, അതിലേക്കൊന്നും കടക്കാനില്ല. ആശമാരുടെ പ്രശ്നങ്ങൾ, അതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ മന്ത്രി എം.പി. രാജേഷ് അതേസമയം തന്നെ പറയുന്നു, ആവർത്തിക്കുകയാണ്, ഇവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അത് മറ്റൊന്നാണ്. കേന്ദ്രത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിനോടൊരു എതിർപ്പും കാണിക്കാത്ത ഒരു സമരമാണ് ആശാ വർക്കേഴ്സ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയാകുന്നു ഈ സമരം. അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ഗൂഢാലോചനയുണ്ട്. ആ രീതിയിലാണ് മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. അല്ലേ, ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ പോയാൽ. സ്മിത, ആശാ വർക്കർമാരുടെ സമരം 40-ാം എത്തിയിരിക്കുന്നു. അവരുടെ നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ സ്മിത സൂചിപ്പിച്ച പോലെ എങ്കിലും ഇത് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അകലെയാണ്. സർക്കാരിൻ്റെ നിലപാടിലും സമരക്കാരുടെ നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ഈ നിരാഹാര സമരം 2-ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം സബ്മിഷനായി നിയമസഭയിൽ വിഷയം ഉന്നയിച്ചത്. എന്നാൽ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന വാദമാണ് സർക്കാരിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച മന്ത്രി എം.പി. രാജേഷ് ആവർത്തിച്ചത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയാണ് യഥാർത്ഥത്തിൽ സമരം വേണ്ടിയിരുന്നത്. എന്നാൽ ആ കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല. മറിച്ച് ഓണറേറിയം പടിപടിയായി 1000 രൂപയിൽ നിന്ന് ഉയർത്തി 7000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ഉറപ്പാകുന്ന ഇൻസെൻറ്റീവിൽ 1200 രൂപ നൽകുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ്, കേന്ദ്ര സർക്കാരിന് വേണ്ടിയുള്ള സമരമാണ് എന്നാണ് മന്ത്രി എം.പി. രാജേഷ് ആരോപിച്ചത്. കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിനും മന്ത്രി മറുപടി പറഞ്ഞു. ഈ മാസം 18 തന്നെ ജെ.പി. നദ്ദയുടെ അപ്പോയിൻമെൻറ്റ് തേടിയിരുന്നു, എന്നാൽ തേടിയിരുന്നു. നേരത്തെ അപ്പോയിൻമെൻറ്റിന് അനുവാദം തേടിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് മന്ത്രി എം.പി. രാജേഷ് വാദം. അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച വിവാദങ്ങളിലേക്ക് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ ആശമാരുടെ സമരം ന്യായമാണ്. സമരത്തെ തള്ളിപ്പറയുന്നതും പുച്ഛിക്കുന്നതുമായിട്ടുള്ള നിലപാട് സർക്കാർ ഒഴിവാക്കണം. സമരത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടതെന്ന വാദമാണ് പ്രതിപക്ഷ സഭയിൽ ഉയർത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയാണ്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി സഭയ്ക്കകത്തു നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ അവർക്കൊപ്പം നിൽക്കുമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നലത്തെ വാക്കുകൾ നമ്മൾ കണ്ടതാണ്. അവിടെ സമരപ്പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇന്നത് സബ്മിഷനായി സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു.